ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിന് തൊട്ടുപിന്നാലെ ആ സ്ഥാനത്തേക്ക് ആര് കടന്നുവരുമെന്ന വലിയ ചർച്ചകളാണ് രാജ്യത്തുയരുന്നത്. ഇതിനിടയിൽ RSS പിന്തുണ ശശി തരൂരിനാണ് എന്ന വ്യക്തമായ സൂചനകൾ പുറത്തുവന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A പ്രകാരം രാജിക്കത്ത് സമർപ്പിച്ച ധൻഖർ 2022 വൈസ് പ്രസിഡന്റ് കസേരയിലെത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാകുന്നത് 2027. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് താൻ രാജിവെക്കുന്നുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നതിനും വൈദ്യോപദേശം പാലിക്കുന്നതിനുമായി താൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുന്നുവെന്നാണ് രാജിക്കത്തിൽ അദ്ദേഹം കുറിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനയച്ച രാജിക്കത്തിൽ ഇക്കാര്യങ്ങൾ ഉപരാഷ്ട്രപതി വ്യക്തമാക്കുന്നു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഉപരാഷ്ട്രപതിയുടെ രാജി. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സ തേടിയിരുന്ന ധൻഖർ ഇന്നലെ രാജ്യസഭയിലെത്തി സഭാ നടപടികൾ നിയന്ത്രിച്ചിരുന്നു. വൈകിട്ട് ഒട്ടൊന്ന് അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച രാജി. അതിന് തൊട്ടുപിന്നാലെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇനി ആരാവും കടന്നുവരിക എന്ന ചർച്ചകൾ ഇന്ത്യയിൽ ശക്തമായി. വർഷകാല സമ്മേളനത്തിനുള്ളിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ശശി തരൂർ MP, കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവരുടെയൊക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു. എന്നാൽ സജീവ പരിഗണനയിലുള്ളത് ശശി തരൂർ MPയുടെ പേര് തന്നെ. കോൺഗ്രസ് നേതൃത്വവുമായി ഇപ്പോൾ ഭിന്നതയിലാണ് ശശി തരൂർ. പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ചില ശ്രമങ്ങളുമായി ശശി തരൂർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തുമെന്ന വാർത്തകൾ ശക്തമാകുന്നത്. തിരുവനന്തപുരം MPയായ ശശി തരൂർ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിനിടയിൽ കോൺഗ്രസിന്റെ ആക്രമണത്തിന് തന്നെ വിധേയനാകുമെന്ന് പൊതുവെ മാധ്യമങ്ങൾ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ കോൺഗ്രസ് ശക്തമായ ചില നിലപാടുകൾ കൈക്കൊണ്ടിരുന്നു. മോദിയെയും സർക്കാരിനെയും ഒക്കെ തുടർച്ചയായി പ്രകീർത്തിക്കുന്ന ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന വികാരം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമാണ്. എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിനൊരു രക്തസാക്ഷി പരിവേഷം വരുത്തേണ്ട എന്നാണ് ചിലർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങളിലൂടെ ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് തെറിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കോൺഗ്രസ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവർ ശശി തരൂരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയതിനു പിന്നിൽ ഹൈക്കമാൻഡ് നേതാക്കൾ തന്നെ. KC വേണുഗോപാൽ അടക്കം ഇപ്പോൾ ശശി തരൂരിനെ പുറത്താക്കുന്നതിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. കോൺഗ്രസ് പാർലമെന്ററി യോഗങ്ങളിൽ തരൂരിനെ അനുവദിക്കരുത്, അവിടെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം അപ്പപ്പോൾ മോദിയെ അറിയിക്കുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹസിച്ചത്. ഇത് വെറുമൊരു പരിഹാസം മാത്രമല്ല, ശശി തരൂരിനെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് നേതാക്കൾ കൈക്കൊള്ളുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കരുത് എന്ന കർശന താക്കീത് ഇക്കഴിഞ്ഞ ദിവസം K മുരളീധരൻ പാർട്ടി നേതാക്കൾക്ക് കൈമാറിയിരുന്നു. കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും അദ്ദേഹം ആക്രമിക്കുന്നു. സഞ്ജയ് ഗാന്ധിയെ കുറ്റപ്പെടുത്തി. തരൂർ പാർട്ടി വിടണമെന്നാവശ്യപ്പെട്ട K മുരളീധരൻ അതിശക്തമായ ഭാഷയിൽ തരൂരിനെ വിമർശിച്ചു. സ്വയം പുറത്താക്കപ്പെടാൻ ശശി തരൂർ കാത്തിരിക്കുകയാണെന്നാണ് K മുരളീധരൻ പറഞ്ഞത്. തരൂർ പാർട്ടിക്ക് മുൻപേ രാഷ്ട്രം എന്ന നിലപാട് വീണ്ടും ആവർത്തിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് കോൺഗ്രസ് നേതാക്കൾ. ഇന്ത്യ ഉണ്ടെങ്കിലേ നമ്മളൊക്കെയുള്ളൂ എന്ന ശശി തരൂരിന്റെ പ്രയോഗം കോൺഗ്രസ് നേതാക്കളെ തികച്ചും വെട്ടിലാക്കി. ദേശസുരക്ഷയുടെ താൽപര്യാർത്ഥം മറ്റു പാർട്ടികളുമായി സഹകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ശശി തരൂർ കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിൽ വീണ്ടും ആവർത്തിച്ചു. എന്നാൽ ഇതിനിടയിലാണ് ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിതമായ രാജിപ്രഖ്യാപനം. ഇതോടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി ശശി തരൂർ മാറുന്നു. ശശി തരൂരിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ അത് ഇന്ത്യയുടെ മറ്റൊരു മുഖം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ശക്തമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വസിക്കുന്നു. RSSന്റെ പരിപൂർണ പിന്തുണ ഇക്കാര്യത്തിൽ ശശി തരൂരിനുണ്ട്. അതുകൊണ്ടാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂർ കടന്നുവരുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ശക്തമാകുന്നതും. അടുത്ത മാസമാണ് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നത്. വർഷകാല സമ്മേളനത്തിൽ കൈക്കൊള്ളേണ്ട തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ ഇക്കഴിഞ്ഞ ദിവസം രാവിലെ 10:15 കോൺഗ്രസ് MPമാരുടെ യോഗം ചേർന്നിരുന്നു. ശശി തരൂർ MPയുടെ വിവാദ പരാമർശങ്ങൾ യോഗത്തിൽ അസ്വസ്ഥതകളായി ഉയർന്നു.
ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിന് ശേഷം അഭിപ്രായത്തിൽ മയം വരുത്തി പാർട്ടിയേക്കാൾ രാഷ്ട്രത്തിന് മുൻഗണന നൽകണം എന്ന തരൂരിൻ്റെ പ്രസ്താവന വൈറലായിരുന്നു. അതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അടക്കമുള്ളവർ ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ചതിന് ശേഷമാണ് പിന്നീട് ആലോചന യോഗത്തിനായി ഡൽഹിയിൽ ചേർന്നത്. കോൺഗ്രസ് എംപിമാരുടെയും നേതാക്കളുടെയും ഒക്കെ രൂക്ഷമായ ആക്രമണത്തിന് മുന്നിൽ തരൂർ തളർന്നില്ല. കൊച്ചിയിൽ നടത്തിയൊരു പ്രോഗ്രാമിൽ പാർട്ടിക്ക് മുമ്പേ രാഷ്ട്രമെന്ന തന്റെ നിലപാട് തരൂർ ആവർത്തിച്ചു. സർക്കാർ അനുകൂല മനോഭാവം ഒരിക്കൽ കൂടി പ്രകടമാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം വീണ്ടും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തി. രാഹുൽ ഗാന്ധിയെ ഒട്ടും ഗവനിക്കാതെയുള്ള തരൂരിന്റെ നീക്കങ്ങൾ. നേരത്തെ സോണിയാഗാന്ധിയോട് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു തരൂരെങ്കിലും രാഹുൽ ഗാന്ധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ ശക്തമായ എതിർസ്വരമാണ് തരൂർ പലപ്പോഴും ഉയർത്തിവിട്ടത്. കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കാൻ തരൂരിന്റെ പ്രസ്താവനകൾ കൊണ്ട് കഴിഞ്ഞു. എന്നാൽ മറുവശത്ത് BJP നേതാക്കളുമായി തരൂർ തുടർച്ചയായി ആശയവിനിമയം നടത്തി. രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയുമായി തരൂരിനടുത്ത ഹൃദയബന്ധമാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരിനെ ഏറെ അംഗീകാരത്തോടുകൂടി നോക്കിക്കണ്ടു. വിദേശങ്ങളിൽ ഇന്ത്യയുടെ ഒരു പുതിയ മുഖമായി ശശി തരൂരിനെ മോദി ഉന്നം വച്ചു. കേരളത്തിലെ കോൺഗ്രസ് എംപിമാരെ കൊണ്ട് ശക്തമായ സമ്മർദ്ദം ചെലുത്തി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് തെറിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഇതിനിടയിൽ ഹൈക്കമാൻഡ് ആലോചിച്ചു. അതിൻ്റെ തുടർചലനങ്ങളാണ് കെ മുരളീധരനിലൂടെയും രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെയും ഒക്കെ നമ്മൾ കണ്ടത്. എന്നാൽ പക്വതയോടെ മാത്രം ഇവിടെ തരൂർ പ്രതികരിച്ചു. മറുവശത്ത് കോൺഗ്രസ് നേതാക്കളുടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. തരൂർ ഒരു കാലത്തും തനിക്ക് കീഴ്പ്പെടില്ല എന്ന് വ്യക്തമായ ധാരണയുണ്ട് KC വേണുഗോപാലിന്. രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി നിൽക്കുന്ന KC വേണുഗോപാലിന് അതുകൊണ്ട് തന്നെ തരൂരിനെ കേരളത്തിൽ നിന്നല്ല പാർട്ടിയിൽ നിന്ന് തെറിപ്പിക്കണമെന്ന ആഗ്രഹം ശക്തമായിരുന്നു. ഇതൊക്കെ വ്യക്തമായി അറിയാവുന്നയാളാണ് ശശി തരൂർ. ദേശീയ സുരക്ഷ പോലുള്ള വിഷയങ്ങളിൽ ശശി തരൂരിനെതിരെ ഒരു നിലപാട് കൈക്കൊണ്ടാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് ഹൈക്കമാൻഡിന് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് ശശി തരൂരിന് ഒരു രക്തസാക്ഷി പരിവേഷം നൽകേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തത്. ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ പുതിയ അംഗത്തെ തെരഞ്ഞെടുക്കാൻ എത്രയും പെട്ടെന്ന് നടപടികൾ ആരംഭിക്കണം. ഭരണഘടനയുടെ 63 മുതൽ 71 വരെയുള്ള ആർട്ടിക്കിളുകളും 1974 വൈസ് പ്രസിഡന്റ് ചട്ടങ്ങളും അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ഭരണഘടന പ്രകാരം ഈ ഒഴിവ് എത്രയും വേഗം നികത്തണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 66 അനുസരിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. രഹസ്യ ബാലറ്റ് വഴി ഒറ്റത്തവണ കൈമാറ്റം ചെയ്യാവുന്ന വോട്ടുപയോഗിച്ച് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ്. ലോക്സഭയിലെ 543, രാജ്യസഭയിലെ 245 എംപിമാർ ഉൾപ്പെടുന്ന 788 അംഗ ഇലക്ട്രൽ കോളേജാണ് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതകൾ ഇന്ത്യൻ പൗരനായിരിക്കണം, കുറഞ്ഞത് 35 വയസ്സ് പ്രായമുണ്ടായിരിക്കണം, രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം എന്നിവ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനായി ഉപരാഷ്ട്രപതി പ്രവർത്തിക്കുന്നു. സഭയുടെ ക്രമസമാധാനവും നടപടിക്രമങ്ങളും നിലനിർത്തുന്നതിന് അദ്ദേഹം ഉത്തരവാദി. ഉപരാഷ്ട്രപതി പാർലമെന്റിലെ ഇരുസഭകളിലോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലോ അംഗമല്ല. രാഷ്ട്രപതിക്ക് ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെടുന്നതുവരെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതല വഹിക്കും ഉപരാഷ്ട്രപതി. ഇക്കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിനു ശേഷം വൈകിട്ടാണ് ധൻഖർ തന്റെ രാജി പ്രഖ്യാപനവുമായി രാഷ്ട്രപതിയുടെ മുന്നിലെത്തിയത്. ആ സമ്മേളനത്തിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നീക്കം ചെയ്യാൻ 50-ലധികം എംപിമാർ ഒപ്പിട്ട പ്രമേയം ധൻഖർ അവതരിപ്പിച്ചു. 1968 ജഡ്ജീസ് ആക്ട് വ്യവസ്ഥകൾ വായിച്ച അദ്ദേഹം നടപടിക്രമവും വിശദീകരിച്ചു. ലോക്സഭയിൽ 100-ലധികം എംപിമാർ സമാനമായ പ്രമേയം അവതരിപ്പിച്ചതായി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സ്ഥിരീകരിച്ചു. 2024 ഡിസംബറിൽ ജസ്റ്റിസ് ശേഖർ യാദവിനെ നീക്കം ചെയ്യാൻ 54 എംപിമാരുടെ പിന്തുണയോടെ പ്രമേയം ലഭിച്ചതും ധൻഖർ വിശദീകരിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സൗഹൃദവും പരസ്പര ബഹുമാനവും പുലർത്തണമെന്ന് ധൻഖർ ആവശ്യപ്പെട്ടു. സംഘർഷമല്ല, സംവാദവും ചർച്ചകളുമാണ് മുന്നോട്ടുള്ള വഴി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനവും സമയക്രമവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ പുറപ്പെടുവിക്കും.
രാഷ്ട്രീയ കൂടിയാലോചനകൾ തുടരുന്നതിനിടയിൽ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടനാ പ്രക്രിയയിൽ നിർണായകമാണ്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂർ കടന്നുവരുമെന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാകുന്നു. RSSന്റെ പൂർണ്ണ പിന്തുണ ശശി തരൂരിന് ഇക്കാര്യത്തിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശശി തരൂരിനോടുള്ള താൽപ്പര്യം തന്നെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂർ കടന്നുവരാനുള്ള സൂചനകൾ ഇപ്പോൾ ശക്തമാക്കുന്നതും. സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനം എന്ന വലിയ കസേര ശശി തരൂരിന് മുന്നിൽ ഒരു യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയായി നിൽക്കുന്നതും. ശശി തരൂർ ഉപരാഷ്ട്രപതി കസേരയിലെത്തിയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. BJPയെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ നേട്ടവും. അന്താരാഷ്ട്ര തലങ്ങളിൽ ഇന്ത്യയുടെ മുഖം അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത്. ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കുക വഴി അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയൊരു അംഗീകാരം ഇന്ത്യക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.